ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുന്ന സംഭവം. വാസ്തവത്തിൽ ഇത് ഈശോ ചെയ്യുന്ന ഒരു സംഭവമാണോ, ഈശോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ, അതോ ഈശോയിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ ഈശോ പോലും അറിയാതെ ഈശോയുടെ പിന്നിൽ ചെന്ന് ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഈശോയാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? സ്നേഹമുള്ള സഹോദരരെ, ഈശോയുടെ ഈ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ ശിഷ്യന്മാരുടെ പ്രതികരണം കേട്ടാൽ അറിയാം, ഈശോയെ ഒരുപാട് പേര് അതിനുള്ളിൽ സ്പർശിക്കുകയും തൊട്ട് ഉരുമ്മി ഈശോയുടെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? സ്നേഹമുള്ള സഹോദരരെ, ഈശോ യാത്ര ചെയ്യുന്നു, ഈശോയുടെ കൂടെ ജനക്കൂട്ടം യാത്ര ചെയ്യുന്നു. ഈശോയുടെ വലിയ പ്രവർത്തികൾ കണ്ടതും പ്രവർത്തികളെക്കുറിച്ച് കേട്ടതും മൂലം വിസ്മയിച്ച് ഈശോയുടെ കൂടെ നടക്കുന്ന, ഈശോയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ ജനക്കൂട്ടത്തിൽ ഒരുപാട് പേർ ഈശോയെ തൊടുന്നുണ്ട്, ഈശോയെ സ്പർശിക്കുന്നുണ്ട്, ഈശോയെ ഉരുമുന്നുണ്ട്, ഈശോയുടെ കൂടെ ഈശോയോട് ചേർന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈശോയുടെ ഈ ശക്തി വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. അവരൊക്കെ പറഞ്ഞു കേട്ട അനുഭവങ്ങളാണ്, അവരൊക്കെ കണ്ടുകേട്ട അനുഭവങ്ങളാണ്, കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെയായ അനുഭവങ്ങൾ. അതല്ലാതെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നില്ല. ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർ ഈശോയുടെ കൂടെ വെറുതെ നടക്കുക മാത്രം ചെയ്യുന്നത്. ഈശോയെക്കുറിച്ചുള്ള പല കേൾവികളും കാഴ്ചകളുമൊക്കെ അവരെ ഈശോയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷെ ഈശോയെ അനുഭവിക്കുവാൻ അവരെ അത് പ്രാപ്തരാക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തി ഉറച്ച് വിശ്വസിച്ചു, ഞാൻ ഈശോയെ കണ്ടിട്ടില്ല എങ്കിലും, ഈശോയെ കേട്ടിട്ടില്ല എങ്കിലും, ഈശോയിൽ നിന്ന് ഞാൻ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ അവനെ ഒന്ന് തൊട്ടാൽ മതി, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ രോഗം സുഖം പ്രാപിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്കവനെ അനുഭവിക്കാൻ സാധിക്കും. ഈ വലിയ വിശ്വാസത്താൽ പ്രചോദിതമായി ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ തിങ്ങി ഞെരുങ്ങി അവൾ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഒന്ന് സ്പർശിച്ച് അവൾ പുറകോട്ട് പോവുകയാണ്. അവൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈശോയുടെ കൂടെ നടക്കണമെന്നോ, ഈശോയുടെ അടുത്തായിരിക്കണമെന്നോ, ഈശോയുടെ ഒപ്പമായിരിക്കണമെന്നോ ഒന്നൊന്നും ആഗ്രഹിക്കുവാൻ പോലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ആൾക്കൂട്ടത്തിലെ വലിയ വലിയ ആൾക്കാരെക്കാൾ എത്രയോ എളിയവളാണ് അവള്, എത്രയോ നിസ്സാരയ, എത്രയോ കുറവുകളും വൈകല്യങ്ങളും വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവളാണ് അവള്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും അവൾക്കില്ല. അവൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരാഗ്രഹമല്ല, അതൊരു വിശ്വാസമായിരുന്നു. എൻ്റെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഞാനൊന്ന് തൊട്ടാൽ മതി. അവൾ വിശ്വസിച്ചത് ഈശോ ആയിരിക്കുന്നതിൻ്റെ അടുത്തെങ്കിലും ഞാനൊന്ന് എത്തിയാൽ മതി. അവൻ എന്നെ സ്പർശിച്ചില്ല എങ്കിലും ഞാൻ അവനെ ഒന്ന് തൊട്ടാൽ മതി, അവൻ്റെ ശക്തി എന്നിലേക്ക് പ്രവഹിക്കും. സ്നേഹമുള്ളവരെ, ഈ ശക്തി സ്വന്തമാക്കിയ ഈശോയുടെ ഈ ശക്തിയുടെ അത്ഭുതകരമായ
ഇടപെടൽ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വന്തമാക്കിയ ഈ സ്ത്രീയോട് ഈശോ പറയുന്നത്, ഭയപ്പെടേണ്ട. അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. ഈശോ വ്യക്തിയോട്, ആ പാവപ്പെട്ട നിസ്സാരയായ ആ വ്യക്തിയോട് ഈശോ വ്യക്തമായിട്ട് പറയുകയാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരരെ, ഒരുപാട് വ്യക്തികൾ ഒരുപാട് രീതികളിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഈശോ ഇവിടെ പറയുന്നത്. ഒരുപാട് വ്യക്തികളാൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണ് ഈശോയുടെ പറഞ്ഞിരിക്കുന്നത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പലപ്പോഴും ക്രിസ്ത്യാനികളും ഈവൻ അക്രൈസ്തവരെ പോലും അവരുടെ സ്വകാര്യമായ സംഭാഷണങ്ങളിലും സാമൂഹികമായ സംസാരങ്ങളിലുമൊക്കെ പറയാറുള്ള, അല്ലെങ്കിൽ പറയുന്നുവെന്ന് വിചാരിക്കുന്ന ഒരു വചനമായത്. പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. നീ വിശ്വസിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നീ വിശ്വസിച്ചോ, ആ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. സ്നേഹമുള്ള സഹോദരരെ, ഈശോ അതല്ല ഇവിടെ പറയുന്നത്. നീ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ ആ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നില്ല. നീ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളിലോ പ്രത്യയശാസ്ത്രങ്ങളിലോ വിശ്വസിച്ചാൽ ആ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിന്നെ രക്ഷിക്കുമെന്ന് നീ വ്യാമോഹിച്ചാൽ അത് വെറും വ്യാമോഹമാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചവർക്കെല്ലാം അറിയാം. അങ്ങനെ വിശ്വസിച്ചവർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്, അനുഭവത്തിൻ്റെ ബോധ്യമുണ്ട്. പലപ്പോഴും പല പ്രസ്ഥാനങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിച്ചു എന്ന രീതിയിൽ പെരുമാറി തുടങ്ങിയവർ, ആ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അവരെ രക്ഷിക്കുകയല്ല, പിന്നെയോ അവരെ അടിമകളാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും അതിൽ നിന്ന് മാറിപ്പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് പലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും ഊരുപേടി കൊണ്ട്, അവർ എന്നെ കൊന്നുകളയുമെന്ന പേടികൊണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അവരിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് വഴിമാറി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തവരോടെല്ലാം കാണിച്ച ചരിത്രമത, അവരെ കൊന്നുകളയുകയോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുവാൻ, അതിൽ നിന്ന് വഴിമാറുവാൻ ആഗ്രഹിക്കുന്നവരിൽ പലരും ആ പ്രസ്ഥാനമോ പ്രത്യയശാസ്ത്രമോ അവരെ രക്ഷിക്കുമായിട്ടല്ല അതിന് തയ്യാറാകാതെ തുടരുന്നത്, പിന്നെയോ അടിമപ്പെടുത്തിയിട്ടേക്കുകയാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത്, നീ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചോ, ആരിലെങ്കിലുമൊക്കെ വിശ്വസിച്ചോ, ഏതെങ്കിലുമൊക്കെ സംഘടനകളിലോ പ്രസ്ഥാനങ്ങളിലോ പ്രത്യയശാസ്ത്രങ്ങളിലോ വിശ്വസിച്ചോ നിന്നെ രക്ഷിക്കുമെന്നല്ല വചനം പറയുന്നത്. പിന്നെയോ വിശ്വാസമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ, ബൈബിളിൽ, സുവിശേഷങ്ങളിൽ വിശ്വാസമെന്ന് പറയുന്നത് നീ ഏതെങ്കിലുമൊക്കെ ആശയങ്ങളിലോ ഏതെങ്കിലുമൊക്കെ തത്വങ്ങളിലോ ഏതെങ്കിലുമൊക്കെ ശാസ്ത്രങ്ങളിലോ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളിലോ ഏതെങ്കിലുമൊക്കെ സംഘടനകളിലോ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ബൈബിളിൽ, ദൈവവചനത്തിൽ, ഈശോയുടെ സുവിശേഷങ്ങളിൽ വിശ്വാസം എന്ന വാക്കുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് ഈശോ എന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ എന്ന വ്യക്തിയുമായുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തെയാ വിശ്വാസം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. സ്നേഹമുള്ള സഹോദരരെ, ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധത്തിന് ഒരു പുതിയ തലം നൽകുകയും വിശ്വാസമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ, ദൈവവചനത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ എന്ന വ്യക്തിയുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം ഏതെങ്കിലുമൊക്കെ ആശയങ്ങളിൽ വിശ്വസിച്ചാൽ, ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വിശ്വസിച്ചാൽ, ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചാൽ, ഏതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസമൊന്നും ഈശോയുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമല്ല.
പിന്നെയോ ഇവിടെ ഈ രക്തസ്രാവക്കാരി സ്ത്രീ കടന്നു വരുന്നത് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്കാണ്. നമുക്കറിയാം ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ, ആൾക്കൂട്ടത്തിൻ്റെ തിക്കി ഞെരുക്കങ്ങൾക്കിടയിൽ, തിക്കി തിരക്കുകൾക്കിടയിൽ യാത്ര ചെയ്യുന്ന ഈശോയുടെ ജീവിതത്തിലേക്ക്, ഓർക്കണം, ആൾക്കൂട്ടത്തിന് ഈശോയുമായോ ഈശോയ്ക്ക് ആൾക്കൂട്ടവുമായോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലെ ആരെങ്കിലുമായോ വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല. അവിടെ ശാരീരികമായ ഒരു അടുപ്പമുണ്ട് ഈ ആൾക്കൂട്ടവുമായിട്ട്. കാരണം ഈ ആൾക്കൂട്ടം തിക്കി തിരക്കി ഈശോയുടെ ചുറ്റും നടക്കുകയും അവരിൽ പലരും ഈശോയെ തൊടുന്നുണ്ട്, പലരും ഈശോയെ ഉരുമുന്നുണ്ട്, പലരും ഈശോയെ തോണ്ടുന്നുണ്ട്, പലരും ഈശോയെ സ്പർശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ തലത്തിലല്ല, കേവലം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമെന്ന നിലയില്ല. ഈ ആൾക്കൂട്ടവുമായി നമുക്കോ ഈശോയ്ക്കോ വ്യക്തിപരമായി ബന്ധമൊന്നുമില്ല. നമുക്കറിയാം, നാം ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടങ്ങളുണ്ട്. പരസ്പരം അടുപ്പമോ പരിചയമോ ബന്ധമോ ഇല്ലാത്ത ആൾക്കൂട്ടങ്ങൾ. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ, ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പലപ്പോഴും തിക്കി തിരക്കുണ്ട്. പക്ഷേ തൊടുകയും ഉരുമുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വ്യക്തിപരമായി ബന്ധമൊന്നുമില്ല. സമാനമായ ഒരു തലമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അവിടേക്ക് ഒരു വ്യക്തി കടന്നു വരികയും, ആ വ്യക്തി പ്രത്യേകതയുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈശോയോട് പ്രത്യേകതയുണ്ട്, പ്രത്യേകമായൊരു ബന്ധമുണ്ട്, ഈശോയുമായി പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ആ വ്യക്തിയെ കാണാതെ പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഈശോയ്ക്ക് അറിയാതെ പോകാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അത് കേവലം ഒരു ആൾക്കൂട്ടത്തിന് ഈശോയുള്ള അടുപ്പമല്ല, കേവലം ഭൗമികമായ ശാരീരികമായ ഒരു അടുപ്പമല്ല, പിന്നെയോ വൈകാരികമായ ഒരു അടുപ്പത്തിലേക്കാണ് അവൾ കടന്നു വരുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ ഹൃദയ ബന്ധത്തിലേക്കാണ് അവൾ കടന്നു വരുന്നത്. കാരണം അവൾ വിശ്വസിച്ചു, എൻ്റെ ജീവിതത്തിൽ നാളുകളായി, ആണ്ടുകളായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന, എനിക്കുള്ളതെല്ലാം വ്യയം ചെയ്തിട്ടും പരിഹരിക്കാനാവാത്ത എൻ്റെ ജീവിത പ്രതിസന്ധിയുടെ ഉത്തരത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരകൻ്റെ പരിഹാരത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ കടന്നു വരുന്നത്. വലിയ പ്രത്യാശയോടെയുള്ള ഒരു കടന്നുവരവായത്, വലിയ വിശ്വാസത്തോടെയുള്ള ഒരു കടന്നുവരവായത്, വലിയ സ്നേഹത്തോടെയുള്ള കടന്നുവരവായത്, വലിയ അനുഭവങ്ങളിലേക്കുള്ള കടന്നുവരവായത്. ഈ വിശ്വാസവും ഈ പ്രത്യാശയും ഈ സ്നേഹവും വലിയ ദൈവാനുഭവത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈശോയുമായുള്ള ആഴപ്പെട്ട ഒരു സ്നേഹബന്ധത്തിലേക്ക് അവൾ കടന്നു വരുന്നത്. ഈ സ്നേഹബന്ധത്തിൽ അവൾ ഈശോയെ തൊടുകയാണ്. ആ തൊടല്, ആ അനുഭവം അവൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ആ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയോടാണ് ഈശോ പറയുന്നത്, ഈ ബന്ധം, ഈശോയുമായുള്ള ഈ ഹൃദയബന്ധം, ഈശോയുമായുള്ള ഈ സ്നേഹബന്ധം, നാളുകളായി ഈശോയെ കേട്ട നാളു മുതൽ ഈശോയെക്കുറിച്ച് ചിന്തിച്ചതും ഈശോയെക്കുറിച്ച് ഓർത്തതും ഈശോയെ സ്നേഹിച്ചതും ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചതും ഈശോയെന്ന് തൊട്ടാൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ള ആ വലിയ അവബോധത്തിൻ്റെ അനുഭവം, ഈ വിശ്വാസം, ഈ സ്നേഹബന്ധം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്നേഹബന്ധം അവളെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്, ഈശോയുമായുള്ള ഈ സ്നേഹബന്ധം അവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം അവസാന വാക്കായി മാറിയിരിക്കുന്നുവെന്ന്, അവളുടെ ജീവിതത്തിലെ നിരാശകൾക്കും സങ്കടങ്ങൾക്കും നമ്പരങ്ങൾക്കും അറുതി കുറിച്ച ബന്ധമായി ഈശോയുടെ ഈ ബന്ധം മാറിയിരിക്കുന്നുവെന്ന്, ഈശോയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നപ്പോൾ അവളുടെ ജീവിതത്തിന് പുതിയ മാനം, പുതിയ തലം ലഭിച്ചിരിക്കുന്നുവെന്ന് ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായ നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സദ്വാർത്തയാണ്, ഇതൊരു വലിയ സദ്വാർത്തയാണ്. ആരെല്ലാം ഈശോയിലേക്ക് കടന്നു വരുന്നുവോ, ആരെല്ലാം ഈശോയുമായുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്നുവോ, കേവലം അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരു ചരിത്രപുരുഷനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ല, അതല്ലെങ്കിൽ അങ്ങ് ചക്രവാള സീമകൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുമല്ല, അങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന എൻ്റെ ജീവിതവുമായി നേരിട്ട് വ്യക്തിപരമായി ബന്ധമില്ലാത്ത ഒരു ദൈവം,
പലപ്പോഴും പല മതാത്മക വിശ്വാസങ്ങളിലും ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് ഗ്രഹങ്ങളാലും നക്ഷത്രങ്ങളാലും മറ്റ് ആകാശഗോളങ്ങളാലും. അവിടെയും ഇവിടെയും ഇരിക്കുന്ന അങ്ങ് ഒരുപാട് അകലെയിരിക്കുന്ന ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആകാശഗോളങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ വരുംവരായികകളെ നിയന്ത്രിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളിൽ ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല. എന്നാൽ ഇവിടെ ഈശോ സ്വർഗത്തിലിരുന്നവൻ, സ്വർഗത്തിലായിരുന്നവൻ, സ്വർഗസ്ഥനായ ദൈവം മനുഷ്യൻ്റെ ജീവിത പരിതസ്ഥിതിയിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. എനിക്ക് സംലഭ്യനായ ഒരു ദൈവം, എനിക്ക് സമീപസ്ഥനായ ഒരു ദൈവം, എനിക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു ദൈവം, എനിക്ക് തൊടാവുന്ന ദൈവം, എനിക്ക് കാണാവുന്ന ദൈവം, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന ഒരു ദൈവം, എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമഗ്രതയുടെ ദൈവാനുഭവമായി കടന്നു വരുന്ന ഒരു ദൈവം. ഈ ദൈവത്തെയാ സുവിശേഷത്തിൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഈ ഈശോയെ ഞാൻ അറിയേണ്ടത്, ഈ ഈശോയെ ഞാൻ അനുഭവിക്കേണ്ടത്, ഈ ഈശോയുമായി ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്കാണ് ഞാൻ കടന്നു വരേണ്ടത്. ഈ ഈശോയുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് സ്നേഹമുള്ള സഹോദരരെ ഞാൻ കടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും എൻ്റെ ജീവിത ശൈലിക്ക് പുതിയ തലങ്ങൾ നൽകുകയും എന്നെ കർത്താവ് പുതിയ അനുഭവ തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയും നമുക്ക് ഓരോരുത്തർക്കും സംലഭ്യമായ ഒരവസ്ഥയാണ്. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാവുന്ന ഒരനുഭവമായത്. സ്നേഹമുള്ള സഹോദരരെ, ഈ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും ഈശോയുമായുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് നാം കടന്നു വരിക തന്നെ വേണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും ഇതൊരു നിർബന്ധിതമായ ഒരു കൽപ്പനയല്ല. ഈശോയുടെ സ്നേഹത്തോടെയുള്ള ഒരു ആഹ്വാനമാണ്. ഈശോയുടെ സ്നേഹത്തോടെയുള്ള ഒരു വിളിയായത്. ഈശോ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഈശോ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. പലപ്പോഴും പലരും പലവട്ടം പറഞ്ഞ് പഴകിയ ഒരു തെറ്റായ മനോഭാവത്തിന് നേരെയുള്ള ഒരു തിരുത്തല ഈശോ നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള അടുപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു അസൗകര്യമാണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ന്യായമായും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയാ ഈശോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കുകയാണ്. ഈ ലോകത്തിൽ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയായി, തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി ഈശോ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പക്ഷെ വാസ്തവത്തിൽ നേരെ വിപരീതമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് സ്ഥാനത്യാഗം ചെയ്ത പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 പാപ്പ യുവജനങ്ങളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം യുവജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാ നിങ്ങളോട് ഈ നുണ പറഞ്ഞത്? ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമാണ് എന്ന്, യഥാർത്ഥമായി ജീവിതം ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമാണ് ഈശോ എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? വാസ്തവം നേരെ വിപരീതമാണ്. ഈശോയിലായിരിക്കുമ്പോഴാണ്, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സുഖവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ള സഹോദരരെ, ഇവിടെ നമ്മൾ കാണുന്നതും കണ്ടുമുട്ടുന്നതും ഇതേ സത്യം തന്നെയാണ്. ഒരു വ്യക്തി ഈശോയിൽ നിന്ന് അകന്നായിരിക്കുമ്പോൾ, ഈശോയിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് പല തലങ്ങളിൽ വേദനിക്കുകയും സഹിക്കുകയും ജീവിതം ഒരു നഷ്ടവും കഷ്ടവും ദുരിതവുമായി അനുഭവിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ വ്യക്തി ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയുമായുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയെ ജീവിതത്തിൽ സ്വന്തമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ വേദനകൾക്കും നിരാശകൾക്കും നഷ്ടബോധങ്ങൾക്കും അവസാനമാവുകയാണ്. പകരം പുതിയ ആനന്ദത്തിലേക്ക്,
ഒരുപക്ഷെ ഈ ലോകം നൽകിയേക്കാവുന്ന ആനന്ദമായിരിക്കില്ല ഈശോ നൽകുന്നത്. ഈ ലോകം നൽകിയേക്കാവുന്ന സുഖമായിരിക്കില്ല ഈശോ നൽകുന്നത്. ഈ ലോകം നൽകിയേക്കാവുന്ന ലഹരി ആയിരിക്കില്ല ഈശോ നൽകുന്നത്. പിന്നെയോ ഈ ലോകത്തിന് നൽകുവാനാവാത്ത, ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത, ഈ ലോകത്തിന് വിഭാവന ചെയ്യുവാൻ പോലും സാധിക്കാത്ത സുഖവും സന്തോഷവും ആനന്ദവും ലഹരിയുമാണ് ഈശോ നൽകുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, പൗലോസപ്പോസ്തലൻ പറയുക, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. ഈ ലോകം നൽകിയേക്കാവുന്ന ലഹരി വസ്തുക്കളും, ഈ ലോകം നൽകിയേക്കാവുന്ന സന്തോഷങ്ങളും, ഈ ലോകം നൽകിയേക്കാവുന്ന സുഖങ്ങളെല്ലാം നിന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാവുന്ന ദുരാസക്തിയുടെ സുഖങ്ങളും സന്തോഷങ്ങളും ലഹരിയുമാണ് എങ്കിൽ അതേ അപ്പസ്തോലൻ പറയുന്നുണ്ട്, ഞാൻ ഒരു ഉന്മത്തനെ പോലെ പറയും, ഞാൻ ഈശോയുടെ ദാസനാണ് എന്ന്. ഈശോയ്ക്ക് ദാസ്യവേല ചെയ്യുന്ന കാര്യത്തിൽ, ഈശോയുടെ ഒരു അടിമയായിരിക്കുന്നതിൽ, ഈശോയുടെ ശുശ്രൂഷകനായിരിക്കുന്നതിൽ ലഹരി അനുഭവിക്കുന്ന അപ്പസ്തോലൻ. കാരണം അപ്പസ്തോലൻ അറിയാം, ഈശോ ആരെയും അടിമപ്പെടുത്തുന്നില്ല. ഒരു വ്യക്തി ഈശോയുടെ അടിമയായി, ഈശോയുടെ സ്വന്തമായി സ്വയം നൽകുമ്പോൾ ആ വ്യക്തിയെ ഈശോ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയും, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ പാപം ആ വ്യക്തിയെ അടിമപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു വ്യക്തി ഈശോയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുമ്പോൾ, ഈശോയുടെ കൽപ്പന നിർവഹിക്കുമ്പോൾ ഈശോ ആ വ്യക്തിയെ സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയും ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ആനന്ദം ഈശോ ആ വ്യക്തിക്ക് നൽകുകയും. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരരെ, നമുക്ക് തിരിച്ചറിയാം, നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈശോയുമായുള്ള വൈകാരികമായ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഇന്നലകളിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയല്ല, ഇന്നും എൻ്റെ ജീവിതത്തിൽ സമീപസ്ഥനായ, ഇന്നും എൻ്റെ ജീവിതത്തിൽ സന്നിഹിതനായ, ഞാൻ ഒന്ന് കൈനീട്ടിയാൽ എനിക്ക് തൊഴാവുന്ന, ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്ന, എനിക്ക് ഉത്തരം നൽകുന്ന, ഞാൻ കൈനീട്ടിയാൽ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ നയിക്കുന്ന, എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന, ജീവിതത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്ക്, മനുഷ്യ മനസ്സിന് വിസ്മയം സൃഷ്ടിക്കുന്ന പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ദൈവമായി, ഇന്നും ജീവിക്കുന്ന ദൈവമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയെ നമുക്ക് സ്വന്തമാക്കാം, ആ ഈശോയെ സ്നേഹിക്കാം, ആ ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ മധുരമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുവഴി ദൈവാനുഭവത്തിൻ്റെ പുതിയ തലങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിടട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.